വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. ദ മോദി മാജിക് കണ്ടിന്യൂസ്. നരേന്ദ്രമോദിയുടെ മാജിക്കുകൾ തുടരുകയാണ്. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ മോദിയെ നിങ്ങളുടെ ശത്രുസ്ഥാനത്ത് നിർത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിലും മികച്ചൊരു ശത്രുവിനെ പിന്നെ ഈ ജന്മത്ത് കിട്ടില്ല എന്ന് പറയുന്നത് പോലെയാണ് ട്രംപിന്റെ കാര്യം. ട്രംപ് ഇപ്പോ 16-15% താരിഫ് കുറയ്ക്കാം എന്നുള്ള ഒരു ലൈനിലോട്ട് എത്തിയിരിക്കുകയാണ്. അമേരിക്ക ഔദ്യോഗികമായിട്ടുള്ള വിവരമല്ല, അനൗദ്യോഗികമായിട്ട് ചർച്ചകൾ നടക്കുന്നു. പോരാത്തതിനൊരു ട്രേഡ് കരാർ, ഒരു വ്യാപാര കരാർ നടത്തണമെന്ന് പറയുന്നു. കഴിഞ്ഞ ദിവസം നരേന്ദ്രമോദി ഒരു വലിയ ഒരു ഡീല് നടത്തി. ട്വിറ്ററിലൊക്കെ അത് വൻ വൈറലായിരുന്നു. ബിഗ് ബ്രേക്കിംഗ്, ഹ്യൂജ് ബ്രേക്കിംഗ്, നാഷണൽ ബ്രേക്കിംഗ്, ഇന്റർനാഷണൽ ബ്രേക്കിംഗ് എന്നൊക്കെ പറഞ്ഞ പല ട്വിറ്റർ ഹാൻഡിലുകളും കൊടുക്കുന്നുണ്ട്. അതായത് നമ്മൾ യൂറോപ്യൻ യൂണിയനിൽ FTA ട്രേഡ് നടത്തുന്ന സകല രാജ്യങ്ങളുമായിട്ടും പറഞ്ഞിരിക്കുന്നത് ഇനി ഡോളറിൽ ട്രേഡ് വേണ്ട, ഇനി സമ്പൂർണ്ണമായിട്ട് രൂപയിൽ ട്രേഡ് മതി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു വലിയ മൂവ്മെന്റ് ആണ്. നമ്മൾ സാധാരണ റഷ്യയോട് പറയുന്നുണ്ട്, ചൈനയോട് പറയുന്നുണ്ട്, മറ്റു ചില GCC രാജ്യങ്ങളോട് പറയുന്നുണ്ട്. പക്ഷേ യൂറോപ്യൻ യൂണിയനോട് അത് പറഞ്ഞത് വലിയൊരു മൂവ്മെന്റ് ആണ്. അതിന് പിന്നാലെ അമേരിക്കയിൽ നിന്നൊരു പ്രസ്താവന വന്നിട്ടുണ്ട്. അമേരിക്കയിൽ ട്രംപിന്റെ പെട്ടി താങ്ങുന്ന പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട്, ഇപ്പോ ചൈനയോട് നമ്മൾ മുട്ടാൻ തുടങ്ങിയിരിക്കുന്നു. ചൈന താരതമ്യേന സ്ട്രോങ് ആണ്. പോരാത്തതിന് ഒരു കയറ്റുമതി ശക്തമായിട്ടുള്ള ഒരു രാജ്യമാണല്ലോ. അപ്പോ ചൈന സ്ട്രോങ് ആണ്. ഇപ്പൊ നരേന്ദ്രമോദിയെ പോലെ അല്ല ചൈന. ചൈന എന്ന് പറഞ്ഞാൽ മോദി എല്ലാ കാര്യങ്ങളും, മോദിക്ക് ഒരു വെയിറ്റിംഗ് പീരീഡ് ഉണ്ട് എല്ലാ സമയത്തിനും. മോദി അപ്പുറത്തുള്ള ഒരു എതിരാളിക്ക്, ഇപ്പൊ ധർമ്മയുദ്ധമാണല്ലോ, എതിരാളിക്ക് ഒരു ചാൻസ് കൊടുക്കും. പിന്നെ ഈ മഹാഭാരതത്തിലുള്ളതുപോലെ ഈ സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ അമ്പുമില്ലൊക്കെ ഉറയിലിടുന്ന ഒരു ടീമാണ്. അപ്പൊ അങ്ങനത്തെ ഒരു മനുഷ്യനാണ്. ചൈന അങ്ങനെയല്ല, വേറും ചതിയന്മാരാണ്. അവന്മാർ ഏത് രീതിക്ക് അടിക്കുമെന്ന് പറയാനായിട്ട് പറ്റില്ല. അപ്പൊ ഇവിടെ മോദി വളരെ സ്ട്രാറ്റജിക്കലായിട്ട് ഈ വാർ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നമുക്ക് അവിടെ പല പല സ്കോപ്പുകളുണ്ട്. കാരണം മോദി ഒരു കൈ കൊണ്ട് പ്രളയം സൃഷ്ടിക്കുകയും ഒരു കൈ കൊണ്ട് ജനങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യും. ചൈന അങ്ങനെയല്ല. ചൈന എന്ന് പറഞ്ഞാൽ പ്രളയം സൃഷ്ടിച്ചാൽ ജനങ്ങൾ ഒലിച്ചു പോകുന്നുണ്ടോ, നാട്ടുകാർ ഒലിച്ചു പോകുന്നുണ്ടോ, അതൊന്നും അവന്മാർക്ക് വിഷയമുള്ള കാര്യമില്ല. കോവിഡ് തുറന്നു വിട്ടു കഴിഞ്ഞാൽ സ്വന്തം രാജ്യത്തുള്ള ജനങ്ങൾ മരിച്ചാലും പ്രശ്നമില്ല. അപ്പൊ ആ രീതിയിലോട്ടാണ് കാര്യങ്ങൾ. അപ്പോൾ ഈ ചൈനയെ ഒതുക്കാനായിട്ട് ഇന്ത്യയെ നമുക്ക് ആവശ്യമാണ്. അതുകൊണ്ട് ഇന്ത്യയുമായിട്ട് എത്രയും പെട്ടെന്ന് ഒരു സമവായത്തിൽ എത്തണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പോരാത്തതിന് ചൈനയ്ക്ക് ഒരു വലിയ തിരിച്ചടി കൊടുത്തിട്ടുണ്ട്. ഓസ്ട്രേലിയയിൽ നിന്നും റയർ എർത്ത് മെറ്റൽസ് വാങ്ങിക്കാനായിട്ടുള്ള ഡീല് ഇപ്പൊ ട്രംപിന് ഒരു ചെറിയൊരു ആശ്വാസം, അത് ട്രംപ് ഡീലാക്കിയിട്ടുണ്ട്. കാരണം പ്രതിരോധ മേഖല നട്ടലൊടിഞ്ഞു കിടക്കുകയാണ്. ഇപ്പോൾ അവിടെ കയറ്റുമതി ഒന്നും നടക്കുന്നില്ല. പിന്നെ ഇപ്പൊ അമേരിക്ക അടച്ചുപൂട്ടിയിരിക്കുകയാണല്ലോ. ആ ഒരു സാഹചര്യമാണ് നിലവിൽ ഉണ്ടായിരിക്കുന്നത്. അപ്പൊ ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു സാധ്യത മുന്നിൽ തെളിഞ്ഞു കാണുന്നത്. ഒരു 15% നമുക്ക് താരിഫാക്കി കുറയ്ക്കാം. മറിച്ച് അപ്പുറത്ത് ചൈനയ്ക്ക് നമ്മളൊരു 155% അടിച്ചു കൊടുക്കുന്നുണ്ട്. ചൈന അതിൽ രോഷാകുലരായിട്ട് നിൽക്കുകയാണ് കേട്ടോ. പോരാത്തതിന് ചൈന അവരുടെ ആണവ പോർമുനകൾ അമേരിക്കയ്ക്ക് നേരെ തിരിച്ചു വെച്ചിട്ടുണ്ട്. അത് വേറൊരു കോണ്ടക്സ്റ്റ് ആണ്. തായ്വാനെ സംരക്ഷിക്കാൻ ഞങ്ങൾ എത്തുമെന്ന് അമേരിക്ക പറഞ്ഞതേ അമേരിക്കയ്ക്ക് ഓർമ്മയുള്ളൂ. ചൈന 5 ആണവായുധങ്ങൾ പുറത്തെടുത്ത് പ്രദർശിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു ഇത് ഞങ്ങൾ അങ്ങോട്ടേക്ക് തിരിച്ചു വെച്ചിരിക്കുകയാണ്, ഒന്ന് വന്ന് നോക്കൂ എന്ന് പറഞ്ഞു. അപ്പോൾ അമേരിക്ക പിൻവാങ്ങി, ഞങ്ങൾ വരില്ല, തായ്വാനിൽ നിങ്ങൾ എന്ത് വേണമെങ്കിലും വായിക്കോളൂ എന്നുള്ള നിലയിലാണ് നിലവിൽ നിൽക്കുന്നത്. ഇതിനു പുറമെ അടുത്ത അമേരിക്കയ്ക്ക് ഉണ്ടായിരിക്കുന്ന ഒരു സെറ്റ് ബാക്ക് എന്ന് പറയുന്നത് H1B വിസ. അത് നമ്മൾ നിരന്തരം ചർച്ച ചെയ്യുന്ന കാര്യമാണ്. ഇവിടെയുള്ള പല ആൾക്കാരും പറയുന്നുണ്ട് ട്രംപിനോട് മുട്ടരുത്, ട്രംപ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല, അമേരിക്ക നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല, അമേരിക്കയുടെ മുമ്പിൽ ഇന്ത്യ ചൂളിപ്പോവും, ഇന്ത്യ അമേരിക്കയുടെ കാലിന് സമമാണ് എന്നൊക്കെ പല ആൾക്കാരും ഇവിടെ നിന്ന് പറയുന്നുണ്ട്. പക്ഷെ അതിലൊന്നും യാതൊരു അർത്ഥമില്ല. ഇന്ത്യ മാറിയത് ഇവർ അറിഞ്ഞില്ലേ, അല്ലെങ്കിൽ അറിയാത്തതായിട്ട് നടിക്കുന്നതാണോ, അല്ലെങ്കിൽ ഇവർ ജന്മനാ മണ്ടന്മാരാണോ, അല്ലെങ്കിൽ വിദ്യാഭ്യാസം ഉണ്ടായിട്ട് വിവരമില്ലാതെ പോയതാണോ എന്ന് എനിക്കറിയില്ല. ഈ ഏതെങ്കിലും ഒരു കാറ്റഗറിയിലായിരിക്കും ഇവർ പെടുന്നത്. അപ്പോ ഇവരിങ്ങനെ പറയുന്ന ഈ സാഹചര്യത്തിൽ H1B വിസ ട്രംപ് $1,00,000 ആക്കി എന്നൊക്കെ പറയുമ്പോൾ അതിലൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പൊ ഞാൻ വിളിച്ചേട്ടനും കൂടെ ഇരുന്ന് പറഞ്ഞ ആ സംഭവം തന്നെയാണ് സംഭവിക്കുന്നത്. മോദി ഇത് വലിയൊരു ഒരു ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കാണുക. ഇപ്പൊ നമ്മളൊരു കല്ല് പറക്കി അദ്ദേഹത്തിന്റെ നേരെ എറിഞ്ഞാൽ അദ്ദേഹം അത് എടുത്തിട്ട് ഒരു ചവിട്ടുപടി ഉണ്ടാക്കിയിട്ട് നടന്നു പോകുന്ന ഒരു സെറ്റപ്പാണ്. അത് ദേഹത്ത് കൊണ്ടാലും അത് എടുത്തിട്ട് അതിലൊരു കല്ല് കൊണ്ട് ഒരു ശില്പം ഉണ്ടാക്കി അത് എത്ര രൂപയ്ക്ക് വിൽക്കാൻ പറ്റുമെന്ന് ചിന്തിക്കുന്ന ഒരു ടീമാണ്. അപ്പോ ഈ H1B വിസ $1,00,000 ആക്കിയപ്പോ ഇവിടെ വന്നോളൂ എന്ന് പറയുകയാണ്. അതായത് അവിടെയുള്ള ആൾക്കാർക്ക് മികച്ച അക്കോമഡേഷനും കാര്യം, അവിടെയുള്ള സിലിക്കൺ വാലി നമുക്ക് ഇവിടെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എന്ത് സംഭവിക്കും? അമേരിക്കയിൽ കോർപ്പറേറ്റ് വർക്ക് ചെയ്യാനായിട്ട് ഇന്ത്യക്കാരില്ലാതാവും. 70% ഇന്ത്യക്കാരാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെ കേസിന് പോയിട്ടുണ്ട് അവിടെയുള്ള കോർപ്പറേറ്റ് ടീം മൊത്തത്തിൽ ഈ ട്രംപിന് ഈ നിലപാടിനെതിരെ. ഇത് നമ്മുടെ മത്സരശേഷിയെ കുറയ്ക്കുമെന്ന് പറഞ്ഞു. ഇതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കണ്ടെത്തുന്നു. വരൂ, നിങ്ങൾക്ക് വേണ്ട ഒരു യുദ്ധകാല അടിസ്ഥാനത്തിലുള്ള സൗകര്യമാണ് ഞാൻ ഇവിടെ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് മോദി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് വലിയൊരു സെറ്റ് ബാക്ക് ആയി മാറിയിട്ടുണ്ട് അമേരിക്കയ്ക്ക്. ഇനി അടുത്തൊരു ഗംഭീരമായിട്ടുള്ള ഒരു മോദി മാജിക് എന്ന് പറയുന്നത്, India records a historic 5 lakh crore Diwali trade plus 6,500 crores from services, the highest ever festive season sales എന്നുള്ള റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. ദീപാവലിക്ക് നമ്മൾ പൊളിച്ചു കേട്ടോ. ജ്വല്ലറി സെയിൽസ് അലോൺ ക്രോസ്ഡ് 85,000 crores. സ്വർണത്തിന് വില കൂടുന്നു എന്ന് പറയുകയാണ്. പക്ഷെ നമ്മൾ 85,000 കോടി രൂപയ്ക്കാണ് സ്വർണം വാങ്ങിച്ചത് ദീപാവലിയൊക്കെ അടുപ്പിച്ചു. ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ മാർക്കറ്റ് ഉണർന്നു. നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം ഒരു കത്ത് എല്ലാവർക്കും അയച്ചിരുന്നു. വിജയേട്ടന് കിട്ടിയോ? എനിക്ക് ഈ മെയിലിൽ കിട്ടിയായിരുന്നു ഒരു കത്ത്. ആ കത്തിനകത്ത് മോദി പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ടൊരു വിഷയം ഡിസ്കസ് ചെയ്യണം. അതായത് ഏറ്റവും അവസാനം പറയുന്നത്, മോനെ കുട്ട എണ്ണ ഉപഭോഗം കുറയ്ക്കണം എന്ന് പറയുന്നുണ്ട്. എണ്ണ അത്
എന്റെ പൊന്നു ബിജുചേട്ടാ, ഇപ്പോഴും നമ്മുടെ ലോകം ഫേസ് ചെയ്യുന്ന, നമ്മുടെ ഇന്ത്യ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ മാരക രോഗം എന്ന് പറയുന്നത് നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ആണ്. എല്ലാവർക്കും ഇതുണ്ട്. ഇത് വലിയൊരു ഒരു എന്താ പറയാ, ഒരു 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 ദുരന്തത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ഈ കുഴഞ്ഞു വീണ് മരണമൊക്കെ ഇപ്പൊ ഏറ്റവും കൂടുതൽ കൂടുന്നില്ല. അപ്പൊ ഇത് അദ്ദേഹം നേരത്തെ കണ്ടിരിക്കുന്നു. അദ്ദേഹം പറയുന്നു കുറയ്ക്കുന്ന അദ്ദേഹം ഇങ്ങനെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനി എനിക്ക് തോന്നുന്നു കോവിഡ് ഒക്കെ വന്നതുപോലെ നമ്മളിങ്ങനെ ഫോൺ എടുത്ത് സംസാരിക്കുമ്പോൾ അപ്പുറത്ത് ട്രിങ് അടിക്കുന്നതിന് പകരം എണ്ണ ഉപയോഗം കുറയ്ക്കൂ എന്ന് ട്രിങ് ടോണൊക്കെ വന്നാലും നമുക്ക് അത്ഭുതപ്പെടാനില്ല. അപ്പോൾ 87% കൺസ്യൂമേഴ്സും ഇത്തവണ മെയ്ഡ് ഇൻ ഇന്ത്യ പ്രോഡക്റ്റ് ആണ് വാങ്ങിച്ചിരിക്കുന്നത്. അതിലും നരേന്ദ്രമോദിയുടെ ആഹ്വാനം നമ്മൾ ഏറ്റെടുത്തു എന്നുള്ളതാണ്. നമ്മുടെ രാജ്യം വേറെ ലെവലായിട്ട് ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കും. ഇതൊക്കെ കേൾക്കുമ്പോൾ ചില ആൾക്കാർക്ക് ചൊറിച്ചിൽ വരും. നമ്മുടെ കമന്റ് ബോക്സിൽ വന്നിട്ട് ഇന്ത്യ അങ്ങ് സുഖിപ്പിക്കുക, എടാ എന്റെ രാജ്യത്തിന് ഞാനല്ലാതെ ആര് സുഖിപ്പിക്കും എന്നുള്ള ഇതാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ ഫാക്ടുകളാണ് പറയുന്നത്, വിത്ത് ഡോക്യുമെന്റ്സ് ആൻഡ് പ്രൂഫ് ആണ് പറയുന്നത്. അത് ഇവന്മാർക്ക് ചൊറിച്ചിൽ വന്നിട്ട് കാര്യമില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ തൊട്ടപ്പുറത്ത് ഒരു മെഡിക്കൽ സ്റ്റോറിൽ പോയി ഒരു ഗ്യാസിന്റെ ഗുളിക വാങ്ങിച്ച് കഴിച്ചു എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അപ്പൊ എന്താണ് ഇത് കണ്ടിട്ട് തോന്നുന്നത്? ഡൊണാൾഡ് ട്രംപ് പിൻവാങ്ങുകയാണോ നമ്മുടെ ഈ ഒരു മികച്ച ഒരു സ്ട്രാറ്റജി കണ്ടിട്ട്? ഇത് 2 ദിവസമായിട്ട് നമ്മുടെ ട്രംപിന്റെ ആരാധകരായ ഇൻഫ്ലുവൻസർമാരും യൂട്യൂബേഴ്സും ഒക്കെ ഇത് ആഘോഷിക്കുന്നുണ്ട്. അവർ പറയുന്നത് കണ്ടോ, മോദി ട്രംപിന്റെ കാലിൽ വീണു, കാല് പിടിച്ചു എന്നിട്ട്. അവർ പറയുന്നൊരു കാര്യം, മോദി റഷ്യയുടെ കയ്യിൽ നിന്ന് എണ്ണ വാങ്ങിക്കുന്നത് കുറച്ചു എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് അത് പറഞ്ഞു തുടങ്ങാം, എന്താണ് സംഭവം എന്നുള്ളത്. അതാണ് ഞാൻ പറഞ്ഞത്. അതിന്റെ യാഥാർത്ഥ്യത്തിലേക്ക് പോകണം. ഒന്ന്, നമ്മൾ മുമ്പ് ചർച്ച നടത്തിയപ്പോൾ പറഞ്ഞു ട്രംപിന് ഇന്ത്യയെ കൊണ്ടാണ് ആവശ്യം, അല്ലാതെ ഇന്ത്യക്ക് ട്രംപിനെ കൊണ്ടല്ല എന്ന് നമ്മൾ പറഞ്ഞു. അതിനൊരു കാര്യമുണ്ട്. ഇപ്പോഴത്തെ ലോകക്രമത്തില് ഈ ഏഷ്യയിലേക്ക് വന്നാൽ, അതായത് ഇപ്പൊ സെൻട്രൽ ഏഷ്യയിലേക്ക് വന്നാലും സൗത്ത് ഏഷ്യയിലേക്ക് വന്നാലും ഇനി മറ്റ് ഇടങ്ങളിലേക്ക് പോയാലും ഇവിടുത്തെ ഒരു നിർണായക റോളിലേക്ക് നമ്മുടെ രാജ്യം ഇന്ത്യ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അത് മനസ്സിലാക്കാതെ പഴയതുപോലെ പാകിസ്ഥാനെ കൂട്ടുപിടിച്ചുകൊണ്ട് ഇവിടെ ഒന്നും നടക്കാൻ പോകുന്നില്ല എന്നുള്ള ഒരു ബോധം ട്രംപിന് നന്നായിട്ടുണ്ട്, അമേരിക്കയ്ക്ക് നന്നായിട്ടുണ്ട്. ഇടയ്ക്ക് പാകിസ്ഥാനെ കൂട്ടുപിടിച്ചുകൊണ്ട് ഒരു അഭ്യാസമൊക്കെ നടത്താൻ നോക്കിയെങ്കിലും ഇപ്പോഴെന്താ സംഭവിച്ചത്? ചൈനയായിട്ട് കയറി മുട്ടിക്കഴിഞ്ഞപ്പോഴേക്കും ചൈനയെ ഒന്ന് പിടിച്ചു നിർത്തണമെങ്കിൽ പോലും ഇന്ത്യയുടെ സഹായം കൂടിയേ തീരൂ. ഒരേ സമയം ചൈനയും ഇന്ത്യയും നേരിടാൻ ട്രംപിന് കഴിയില്ല എന്നാണ് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാകുന്നത്. ഈ റഷ്യയുടെ എണ്ണ ഇന്ത്യ വാങ്ങുന്നില്ല, കുറച്ചു എന്നുള്ളത്, അതിനെക്കുറിച്ച് ഞാൻ ഒന്ന് വിശദമായിട്ട് സെർച്ച് ചെയ്തു. അപ്പം മനസ്സിലാക്കാൻ കഴിഞ്ഞത്, കഴിഞ്ഞ മാസം നമ്മൾ പെർ ഡേ 1,70,000 ബാരലാണ് ഇറക്കുമതി ചെയ്തോണ്ടിരുന്നത്. ഈ മാസം നമ്മളത് 1,60,000 കുറഞ്ഞു. ഇത് ആഗസ്റ്റില്, അതായത് ട്രംപ് താരിഫ് പ്രഖ്യാപിക്കുന്ന ആഗസ്റ്റ് മാസത്തിലും സമാനമായ രീതിയിൽ നമ്മൾ കുറവ് വരുത്തിയിരുന്നു. അതിന്റെ കാരണം 2 കാരണങ്ങളാണ്. ഒന്ന്, ഈ വിലയിലുണ്ടാകുന്ന വ്യത്യാസം. 2, മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങൾ, പ്രത്യേകിച്ച് ഈ ഒപ്പക് രാഷ്ട്രങ്ങൾ എണ്ണ ഉൽപാദനം കൂട്ടി. അതുപോലെ തന്നെ ആഫ്രിക്കയും ഇറാനും അടക്കമുള്ള രാജ്യങ്ങൾ, ഇറാഖും അടക്കമുള്ള രാജ്യങ്ങൾ വലിയ രീതിയിൽ എണ്ണ ഉൽപാദനം കൂട്ടിയപ്പോഴേക്കും വിപണിയിലേക്ക് കൂടുതൽ ക്രൂഡ് ഓയിൽ എത്താൻ തുടങ്ങി. ഇന്നലത്തെ ഒരു ഇന്റർനാഷണൽ ബിസിനസ് ഓൺലൈനിൽ കണ്ട ഒരു വാർത്ത ശരിയാണെങ്കിൽ 1-2 മാസത്തിനുള്ളിൽ ക്രൂഡ് ഓയിലിന്റെ വില ബാരലിന് 50 രൂപയായാലും അത്ഭുതപ്പെടാനില്ല എന്നാണ്. ഇന്ത്യക്ക് കോൾ അടിച്ചെന്നാണ് അവർ ഹെഡിങ് എടുത്തിരിക്കുന്നത്. അവരുടെ ഹെഡിങ്, അവരുടെ എല്ലാവരുടെയും ഹെഡിങ് ആണ്. അതെനിക്ക് അതിശയിച്ചു. കാരണം ഇന്റർനാഷണൽ മീഡിയാസ് ഹെഡിങ് കൊടുക്കുന്നത് ഇന്ത്യ കോൾ അടിച്ചു, ക്രൂഡ് ഓയിലിന് ഈ മിഡിൽ ഈസ്റ്റിലടക്കം ഒപ്പക് രാഷ്ട്രങ്ങളടക്കം വില കുറയ്ക്കുകയാണ്. അപ്പൊ അവര് പറയുന്ന ഒരു കാര്യം, അതിനകത്ത് ചില മാധ്യമങ്ങൾ കണ്ടെത്തിയിരിക്കുന്ന കാര്യം, ഇപ്പോൾ ഈ 50 രൂപയിലേക്ക് ഈ ഒപ്പക് രാഷ്ട്രങ്ങൾ ഈ ക്രൂഡ് ഓയിലിന്റെ വില എത്തിക്കുകയാണ് എങ്കിൽ സ്വാഭാവികമായ റഷ്യ പിന്നെയും അതിൽ താത്ത് വില കൊടുത്താൽ ഇന്ത്യ അവിടുന്ന് വാങ്ങുമെന്നാണ് അവർ പറയുന്നത്. കാരണം ഇന്ത്യ ബേസ് ചെയ്തിട്ട് മൂവ്മെന്റുകൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കും. ഇതാണ് ഇപ്പോൾ എണ്ണ വാങ്ങുന്നതിൽ കുറവ് വരുത്താൻ കാരണം, അല്ലാതെ ട്രംപിനെ പേടിച്ചിട്ടോ ട്രംപിനെ മുട്ടിലെഴിച്ചിട്ടോ ഒന്നുമല്ല. അപ്പോൾ രണ്ടാമത്തെ ഒരു കാര്യം, ഈ H-1B വിസ, അതിനായിരുന്നല്ലോ ആദ്യ കരച്ചില്. അത് പുറത്താക്കി. ഇനി അവരെന്ത് ചെയ്യും? അവരിവിടെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര പ്രക്ഷോഭമാണ്, ജൻസി കലാപമാണ്, തൊഴിലില്ലാത്ത ചെറുപ്പക്കാരെന്നാണ്. അവർക്ക് നല്ല അന്തസ്സായിട്ട് ജോലി ചെയ്യാനുള്ള ഒരു സ്കീം ഇന്ത്യൻ സർക്കാർ ഇപ്പൊ അത് പുറത്തു വന്നിരിക്കുകയാണ്, ആ വാർത്ത. അതായത് ഈ അവിടെ ജോലി ചെയ്യുന്ന സയന്റിസ്റ്റുകൾ, സാങ്കേതിക രംഗത്ത് പ്രവർത്തിക്കുന്നവര്, അതുപോലെ അക്കൗണ്ടൻസിൽ വർക്ക് ചെയ്യുന്നവര്, അങ്ങനെ വിവിധ തസ്തികകൾ വർക്ക് ചെയ്യുന്ന സമർത്ഥരായിട്ടുള്ളവര്, അതുപോലെ ഗസ്റ്റ് ഫെലോകള്, ഇങ്ങനെയുള്ളവർക്കും ഒക്കെ ഇന്ത്യയിലെ IIT അടക്കം, അതുപോലെ തന്നെ ഇന്ത്യയുടെ പ്രധാനപ്പെട്ട പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ അനുബന്ധ സ്ഥാപനങ്ങളിലൊക്കെ മികച്ച ജോലി വാഗ്ദാനം നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ കുറെ അടിപൊളി ഓഫറുകളാണ് കൊടുത്തിരിക്കുന്നത്. കാരണം ഇവർക്ക് ഇവിടെ തിരിച്ചു വന്നിട്ട് ലബോറട്ടറിയോ ഇല്ലെങ്കിൽ ഗവേഷണം നടത്താനോ അവർക്ക് കഴിയുമെങ്കിൽ, അതായത് നമ്മുടെ രാജ്യത്തിന് ഗുണകരമായിട്ട് മുമ്പോട്ട് പോകാൻ കഴിയുമെങ്കിൽ അവർക്ക് ഒരു തുക, ഒരു വലിയ തുക തന്നെ, അവർ ആവശ്യപ്പെടുന്ന ഒരു വലിയ തുക തന്നെ നൽകാൻ തയ്യാറാണ് ഇതിന് വേണ്ടിയിട്ട് തന്നെ. അതിന് ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഒരു തുകയാണ് അവർക്ക് നൽകുന്നത്. ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് ഗുണം. ഇപ്പൊ സാധാരണഗതിയിൽ ഒരു പ്രവാസി
അമേരിക്കയിലോ ഇല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ഉണ്ട്, അവിടുത്തെ ഒരു ജോലി കഴിഞ്ഞിട്ടും ഞാൻ ഇനി ഇന്ത്യയിൽ എന്ത് ചെയ്യുമെന്നൊരു ചോദ്യചിഹ്നമാണ്. അപ്പോ ഈ കേരളത്തിലല്ല ഞാൻ പറഞ്ഞത്, ഇന്ത്യയിൽ എന്ത് ചെയ്യുമെന്നൊരു ചോദ്യചിഹ്നം വരും. പക്ഷെ ഇപ്പോൾ ഇന്ത്യയിൽ അതിനുള്ള സൗകര്യങ്ങൾ ഇന്ത്യൻ സർക്കാർ പറയാം, നിങ്ങൾ വരൂ. ഇത് പിണറായി പറയുന്ന വാക്കല്ലല്ലോ, നിങ്ങൾ ഇവിടെ. കാരണം ഇത് IIT കേരളത്തിലെ അടക്കമുള്ള പ്രവാസികൾക്ക് ഇന്ത്യയിൽ സ്കീം ഉണ്ടല്ലോ, തൂങ്ങിച്ചാവൽ സ്കീം. ഇവിടെ അതുപോലെ അല്ലേ ഇതിന്റെ ചർച്ചകളൊക്കെ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. അപ്പോ ഇതിനകത്തൊരു ഇത് വളരെ കൗതുകകരമായ മറ്റൊരു വശം കൂടെ ഉണ്ട്, അതും കൂടെ ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ഇവരെ ക്ഷണിക്കുന്നു, ഇവരെ ക്ഷണിച്ചിട്ട് പറയുന്നത് നിങ്ങൾക്ക് അങ്ങനെ സ്റ്റാർട്ടപ്പുകൾ തുടങ്ങാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? കാരണം അവർക്ക് കുറച്ചുകൂടെ നന്നായിട്ട് അത് തോന്നുന്നെങ്കിൽ നിങ്ങൾ അത് തുടങ്ങിക്കോളൂ. നിങ്ങൾ പിന്നെ പെർമനന്റ് ഇവിടെ നിൽക്കണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പിന്നെ പൊക്കോളൂ. ഇവിടെ നിങ്ങൾ ഒരു 4-5 വർഷത്തേക്ക് നിൽക്കേണ്ടി വരും അഗ്രിമെന്റ് അനുസരിച്ച്. അത് കഴിഞ്ഞ് നിങ്ങൾ പൊക്കോളൂ, നിങ്ങൾക്ക് മികച്ച സാലറി ഇവിടെ തരുന്നുണ്ട്. അത് മാത്രമല്ല, ഇന്ത്യ മാത്രമല്ല, ഒരുപാട് രാജ്യങ്ങൾ ഇവരെ കൊണ്ടുപോകാൻ തയ്യാറെടുത്തു. കാരണം അമേരിക്ക ഇവരെ പുറത്തുള്ളതാണ് കൊണ്ടുപോകാൻ, ചൈന പോലും തയ്യാറെടുത്തു. അപ്പോ അവര് ഈ ഇന്ത്യക്കാർ പറഞ്ഞ കാര്യം, ഞങ്ങൾക്ക് പണമല്ല, പണത്തെക്കാൾ ഉപരി ഞങ്ങളുടെ രാജ്യത്തിന്റെ ആ ഒരു വികാരമാണ് ഞങ്ങളെ നയിക്കുന്നത്, അതുകൊണ്ട് ഞങ്ങൾ ഇന്ത്യയിലേക്ക് പോകാൻ തയ്യാറെടുക്കും. അങ്ങനെ ഈ ഗവേഷകരും ഇല്ലെങ്കിൽ സയന്റിസ്റ്റുകളും ലാബറട്ടറികളുടെ ഗവേഷണം നടത്തുന്നവരും ബയോടെക്നോളജി മേഖലയിൽ ഉള്ളവരുമൊക്കെ ഇന്ത്യയിലേക്ക് വരാൻ ശ്രമിച്ചപ്പോൾ അവിടെയുള്ള സ്ഥാപനങ്ങൾ, അമേരിക്കയിലുള്ള സ്ഥാപനങ്ങളും ഇങ്ങോട്ട് വരിക. കാരണം എന്താണ്, ഇവർ ഇങ്ങോട്ട് പോരുകയല്ലേ, എന്നാ പിന്നെ സ്ഥാപനം ഇങ്ങോട്ട് മാറ്റിയേക്കാം, ഇവിടെ നിന്ന് സാധനം അങ്ങോട്ട് ചെയ്താൽ മതിയല്ലോ. നേരത്തെ നമ്മൾ പറഞ്ഞ H1B വിസയുടെ കാര്യം പറഞ്ഞതൊക്കെ ഉള്ളൂ. എന്നാ പിന്നെ അവര് വരികയാണെങ്കിൽ പിന്നെ സ്ഥാപനം കൂടെ ഇവിടെ കൊണ്ടുവരുന്നത് നല്ലത്. കാരണം സിനിമ പോലെ ആയല്ലോ, നടി കുളത്തിലേക്ക് ചാടുകയാണല്ലോ, അതുകൊണ്ട് ക്യാമറയും കൂടെ ചാടട്ടെ എന്ന് പറയുന്നത് ചാടട്ടെ എന്ന് പറഞ്ഞ ഇപ്പൊ അങ്ങനെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇപ്പോ നമ്മുടെ ലേറ്റസ്റ്റ് വാർത്ത, അതിനെ സംബന്ധിച്ചുള്ള ലേറ്റസ്റ്റ് വാർത്ത, ഇന്ന് രാവിലെ വന്ന വാർത്ത, എക്കണോമിക്സ് ടൈംസിലാണ് ആ വാർത്ത വന്നത്. അവർ ഇന്ന് ലേറ്റസ്റ്റ് വന്ന വാർത്തയിൽ എന്താണ് അത് പറയുന്നത് വെച്ചാൽ, അങ്ങനെയുള്ള സ്ഥാപനങ്ങളുമായിട്ട് ഇപ്പൊ നമ്മൾ ചർച്ച തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു. ആളുകളായിട്ട് നമ്മൾ ഡീല് ഏതാണ്ടൊക്കെ ഓക്കെ ആയി. മിടുക്കന്മാരുടെ കാര്യമാണ് പറയുന്നത്, അതല്ലാതെ അവിടെ പോയി ചാച്ച പൂച്ച പണിക്ക് പോയവന്റെ കാര്യമല്ല പറയുന്നത്, ഇല്ലെങ്കിൽ ആരുടെയെങ്കിലും കാരുണ്യത്തിൽ വിസയ്ക്ക് പോയവന്റെ കാര്യമല്ല നമ്മൾ പറയുന്നത്, പ്രൊഫഷണലിന്റെ കാര്യമാണ്. ഇല്ല, ഞാൻ അങ്ങനെയല്ല പറയുന്നത്. അങ്ങനെ ഈ പാവാട വിസ എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ല, യൂറോപ്യൻ കൺട്രീസിൽ അമേരിക്കയിലൊക്കെ പോകുന്ന അങ്ങനെ പോയവരുടെ കഥയല്ല നമ്മൾ ഈ പറയുന്നത്. നമ്മൾ പറയുന്നത് പ്രൊഫഷണൽ ആയിട്ടുള്ളവരുടെ കാര്യമാണ് നമ്മൾ ഈ പറയുന്നത്. അങ്ങനെയുള്ളവർക്ക് ഒരു വഴി ഇപ്പൊ തുറന്നു കിടക്കുന്നു എന്നുള്ള ഒരു വലിയ സാധ്യത തന്നെയാണ്. അതുപോലെ തന്നെ ബിസിനസ്സുകാർക്കും മറ്റുമൊക്കെ, നമ്മുടെ ഇന്ത്യക്കാർ തന്നെ ഒരുപാട് ബിസിനസ്സുകളും മറ്റുമൊക്കെ അമേരിക്കയിൽ അടക്കമുള്ള യൂറോപ്യൻ രാജ്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇന്ത്യക്കാരെന്ന് പറയാൻ മലയാളി എന്ന് ചിന്തിക്കരുത്. നോർത്ത് ഇന്ത്യയിൽ നിന്ന് ഒരു വലിയ വിഭാഗമുണ്ട്. കഴിഞ്ഞ ദിവസം UK ജ്വല്ലറിയിൽ നിന്നൊക്കെ സിൽവർ സ്റ്റോക്ക് തീർന്നു പോകുന്നൊരു കാഴ്ചയോടെ കണ്ടു. ഈ ദീപാവലിയോടനുബന്ധിച്ച് അവർ സിൽവർ വാങ്ങുന്നൊരു ചടങ്ങുണ്ട് ഈ നോർത്ത് ഇന്ത്യൻസിന്. അങ്ങനെ ചടങ്ങുണ്ട്. കാരണം ഈ സിഖുകാരുടെയും കൂടി ഒരു ആഘോഷമാണ് ദീപാവലി, അങ്ങനെയും കൂടെ ഉണ്ട്, ഹിന്ദുക്കളുടെ മാത്രമല്ല. അപ്പം അങ്ങനെ ഒരു സാധ്യത കൂടെ നിൽക്കുന്നുണ്ട്. ഇതാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. ഈ ഒരു സാഹചര്യത്തിലാണ് ട്രംപ് വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറാകുന്നത്. കാരണം ഇത് ട്രംപിന്റെ ആവശ്യമാണ്. കാരണം ഇന്ത്യയെ കൂടെ നിർത്താതെ ചൈനയെ വെട്ടാൻ പറ്റില്ല. കാരണം ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു വലിയ തിട്ടൂരമൊക്കെ ട്രംപ് ഇറക്കിയല്ലോ, നിങ്ങൾ ചൈനയുമായിട്ടുള്ള ഇടപാടൊക്കെ നിർത്തിക്കോണം, നിങ്ങൾ അവിടെ നിന്നൊന്നും വാങ്ങരുത്. മോദി മൈൻഡ് ചെയ്തിട്ടില്ലെന്നുള്ളതാണ് അത്. കാരണം നമുക്ക് ചൈനയെ വിട്ട് നിൽക്കാൻ പറ്റില്ല, അതൊരു യാഥാർത്ഥ്യമാണ്. കാരണം നിലവിൽ നമ്മുടെ മരുന്നിന്റെ ഒക്കെ സാധനങ്ങളും മറ്റുമൊക്കെ ചൈനയിൽ നിന്നാണ് വരുന്നത്. ഇനി റഷ്യയുടെ നിന്ന് എണ്ണ കുറച്ചാലും റഷ്യക്ക് ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വമ്പൻ കരാർ ഒപ്പിട്ടു. നമ്മളത് കഴിഞ്ഞ ദിവസം ഈ ചർച്ചയിൽ തന്നെ ഞാൻ പറഞ്ഞു, ധനുഷ് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. റയർ മെറ്റൽസ് ഖനനം റഷ്യയിലും ഇന്ത്യയിലും നടത്താനായിട്ട് ഇന്ത്യയിലെ കമ്പനികളെ നിലവിൽ നമ്മുടെ കേന്ദ്ര സർക്കാർ റഷ്യയിലേക്ക് അയച്ചു കഴിഞ്ഞിരിക്കുന്നു. കാരണം ഈ റയർ മെറ്റൽസിന്റെ ബോറിംഗ് മിഷൻസ് ഉണ്ട്, അത് നമ്മൾ ചൈന തരാതിരിക്കുകയാണല്ലോ നമ്മളെ ചെയ്യുന്നത്, നമുക്കത് ഖനനം ചെയ്യുന്നതിന് തടസ്സം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അത് റഷ്യയിൽ നിന്നും തരും. കാരണം റഷ്യയുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, റഷ്യയുടെ കയ്യിൽ ടെക്നോളജി ഉണ്ട്, മിഷനറി ഉണ്ട്, പക്ഷെ ഇവർക്ക് മുടക്കാനുള്ള സാമ്പത്തികമില്ല എന്നുള്ളതാണ് റഷ്യ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം. അവർ സാമ്പത്തികമായിട്ട് തരിപ്പണമായി. ഇവിടെയാണ് പൈസയുമായിട്ട് നമ്മുടെ ഇന്ത്യൻ കമ്പനികളോട് ചെല്ലുകയാണ്, പണം ഞങ്ങൾ തരാം, നിങ്ങൾ ബാക്കി റെഡി ആയിക്കോ. ഇപ്പോഴത്തെ ഇന്ത്യയിൽ റയർ മെറ്റൽസിന്റെ ഖനനം നടന്നു, അതൊരു എത്രയോളം കോടി രൂപയുടെ വലിയൊരു ബിസിനസ്സാണ്. ഒപ്പം തന്നെ S400ന്റെ ലേറ്റസ്റ്റ്, അതായത് S500 അല്ല, S400ന്റെ പുതുക്കിയ മറ്റൊരു മോഡൽ ഇന്ത്യയിൽ നിർമ്മിക്കാൻ ധാരണയായിരിക്കുന്നു. അതായത് തന്നെ എന്നിട്ട് 1 ലക്ഷം കോടിക്ക് അടുത്ത് വരുന്ന ഒരു വലിയ കരാറാണ്. അതെനിക്ക് തോന്നുന്നത് അത് ഇന്ത്യക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ലത്, അത് കച്ചവടത്തിനും കൂടെ വേണ്ടിയിട്ടാണ്. അതായത് S400ന്റെ ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യം ധനുഷ് ഓർക്കുന്നുണ്ടാകും. ഒരു കമ്പനി SUV ഇറക്കി കഴിഞ്ഞാൽ അവരതിന്റെ പല ഗ്രേഡിലുള്ള റേഞ്ചിലുള്ള വണ്ടി ഇറക്കും, എല്ലാം ഉള്ള അവരുടെ ഒരു ഇത് ഇറക്കും. പിന്നെ അത് ബേസ് മോഡലും അവർ ഇറക്കും, ഫുൾ വേരിയന്റും ബേസ് മോഡലും അവർ ഇറക്കും എന്ന് പറഞ്ഞതൊക്കെ തന്നെയാണ്. അപ്പൊ അതിന്റെ ഒരു പ്ലാൻ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. അങ്ങനെ അനവധി ബിസിനസ്സുമായിട്ട് ഓൾറെഡി റഷ്യയുമായിട്ട് നമ്മൾ ഡീല് ഓക്കെ വെച്ചിരിക്കുന്നു. പിന്നെ ഇപ്പൊ അതൊന്നും നിർത്താൻ പറയാൻ പറ്റില്ലല്ലോ, സ്വാഭാവികമല്ലേ. ഏതായാലും എണ്ണ നിർത്തില്ല എന്ന് ഇന്ത്യ ഇന്നലെയും കൂടി വ്യക്തമാക്കിയിട്ടുണ്ട്. എണ്ണ വാങ്ങൽ ഞങ്ങൾ നിർത്തില്ല.
ഞങ്ങളുടെ രാജ്യത്തെ ജനങ്ങൾക്ക് ലാഭകരമായി എവിടെ എണ്ണ കിട്ടുമോ, അതിപ്പോ വെനിസുലയിൽ നിന്നാണെങ്കിലും നമ്മൾ വാങ്ങിക്കുമെന്ന് അമേരിക്കയുടെ മണ്ണിൽ വെച്ചാണ് പറഞ്ഞത്, ഇപ്പോഴും നമ്മളതിൽ ഉറച്ചു നിൽക്കുന്നു. ഇപ്പൊ ട്രംപിനെ സംബന്ധിച്ച് എങ്ങനെയെങ്കിലുമൊക്കെ ഈ ഇന്ത്യയുമായിട്ടൊരു കണക്ഷൻ മുമ്പോട്ട് പോകണം. പക്ഷെ ഇപ്പോൾ ഈ ട്രംപ് അടുക്കുന്നത്, പക്ഷെ ഇന്ത്യ പഴയതുപോലത്തെ ഒരു ഊഷ്മള ബന്ധം ആകുമോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും ആകാൻ യാതൊരു സാധ്യതയുമില്ല. കാരണം ഇത് ഇന്ത്യയുടെ ഇല്ലെങ്കിൽ ഇന്ത്യൻ ജനതയുടെ ആത്മാവിലെ ഏറ്റവും മുറിപ്പാടാണ് ഈ അമേരിക്ക കാണിച്ച ഈ പണി എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇന്ത്യൻ ജനത മറക്കില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ദീപാവലിയുടെ ആ സമയത്ത് നമ്മുടെ ഈ രാജ്യത്ത് നടന്ന ട്രേഡിങ് കച്ചവടം. 5.7 ലക്ഷം കോടി രൂപയുടെ കച്ചവടമാണ് ഈ ദീപാവലിക്ക് നടന്നിരിക്കുന്നത്. ഇതൊരു ഫുൾ ഫിഗർ അല്ല, ഒരു യഥാർത്ഥ കണക്കല്ല ഈ വന്നിരിക്കുന്നത്. കാരണം ഇതിന്റെ ഒരു യഥാർത്ഥ കണക്കിലേക്ക് എത്തുമ്പോൾ, മുമ്പ് നമ്മളിവിടെ ചർച്ചയിൽ പറഞ്ഞിരുന്നു 7.5 കോടിയിലേക്ക് എത്തുമെന്ന്. 7.5 കോടിയിലേക്ക് എത്താനുള്ള സാധ്യതയാണ് കൂടുതൽ. കാരണം ഇത് എല്ലായിടത്തെയും കണക്കെത്തിയിട്ടില്ല, ഇത് പ്രാഥമികമായ കണക്ക് മാത്രമാണ്. ഇനി നമ്മുടെ അനവധി മേഖല, ചെറുകിട കച്ചവടക്കാർ ഉൾപ്പെടെ ഉള്ളിടത്തെ വിപണിയുടെ ആ തുക കൂടി കണക്ക് കൂട്ടേണ്ടതായിട്ടുണ്ട്. നമുക്കറിയാം, ഇതേപോലെ തന്നെ നമ്മൾ കുംഭമേളയ്ക്ക് നമ്മൾ ഇതുകണക്ക് പറഞ്ഞു. പക്ഷേ ഏറ്റവും അവസാനം ഫൈനൽ കണക്ക് വന്നപ്പോൾ അതേതാണ്ട് 4.5 കോടിയിലേക്ക് പോയി ഏറ്റവും അവസാനത്തേക്ക് കണക്കിലെത്തുമ്പോൾ. ഇതിപ്പോ ഈ ദീപാവലി കഴിഞ്ഞിട്ട് 1-2 ദിവസമേ ആകുന്നുള്ളൂ. അപ്പൊ ഇതിന്റെ പ്രാഥമിക വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. 85,000 കോടിയുടെ സ്വർണം തന്നെ വിറ്റു. 5 രൂപയുടെ കച്ചവടം തന്നെ നടന്നിരിക്കുന്നു എന്നാണ് വന്നിരിക്കുന്നത്. അതിനകത്ത് 87% ആളുകളും ഇന്ത്യൻ പ്രൊഡക്റ്റുകൾ, അതായത് മേഡ് ഇൻ ഇന്ത്യയുടെ പ്രൊഡക്റ്റുകൾ വാങ്ങി എന്ന് പറയുമ്പോൾ തന്നെ ഈ വിദേശ ഉൽപ്പന്നങ്ങളോട്, പക്ഷെ അതുകൊണ്ട് ഏറ്റവും കൂടുതൽ പണി കിട്ടിയ ചൈനയ്ക്കാണ് കേട്ടോ. ചൈനയുടെ ഉൽപ്പന്നങ്ങളാണ് ആരും വാങ്ങാതെ പോയത്. ബാക്കിയുള്ളത് 13% ഉള്ളൂ, ബാക്കിയുള്ള രാജ്യങ്ങളുടെ എല്ലാം. ഒരു വലിയ മൂവ്മെന്റ് എന്ന് തന്നെ പറയാം. അപ്പൊ ഇന്ത്യക്കാരന്റെ മനസ്സിലേക്ക് ഒരു വിദ്വേഷത്തിന്റെ വിത്ത് പാകിയിട്ട് ഇനി വരുന്ന ഒരു ബന്ധം, കാരണം മോദിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന് കിട്ടിയ വലിയ ഊർജ്ജമാണ്. കാരണം അദ്ദേഹം ആദ്യം തന്നെ പറഞ്ഞിരുന്നു, ഈ ട്രംപ് താരിഫ് ഉയർത്തിയപ്പോൾ തന്നെ, ഇതിന്റെ എല്ലാം ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കുന്നു, ഞാൻ ചിലപ്പോൾ ബലിയാടായേക്കാം, എങ്കിലും എനിക്ക് കുഴപ്പമില്ല, ഞാനത് ഏറ്റെടുക്കുന്നു എന്ന് പറഞ്ഞു. പക്ഷെ ഇന്ത്യൻ ജനത അദ്ദേഹത്തിന് ഒറ്റയ്ക്ക് വിട്ടുകൊടുത്തില്ല എന്നുള്ളതാണ് ഇപ്പൊ കാണിക്കുന്ന ഈ ട്രേഡിങ്ങിന്റെ കുതിപ്പും മേഡ് ഇൻ ഇന്ത്യയുടെ ഒരു അത്രയും 87%, 100 പേരിൽ 87 പേരും മേഡ് ഇൻ ഇന്ത്യയാണ് വാങ്ങുന്നത്. അന്ന് മോദി വേറൊരു കാര്യം ചെയ്തു. ദീപാവലിക്ക് മുമ്പ് അദ്ദേഹം ഒരു ഇതുകൊണ്ട് പോസ്റ്റോടെ ചെയ്തിരുന്നു. അദ്ദേഹം പറഞ്ഞത്, നിങ്ങൾ ഏതെങ്കിലും ഒരു ഇന്ത്യൻ പ്രൊഡക്റ്റ് വാങ്ങിയിട്ട് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുക അതിന്റെ പടം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിനും ഭയങ്കര റെസ്പോൺസ് ആയിരുന്നു. അപ്പൊ ഈ രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുമ്പോഴാണ് ട്രംപിന് ഇപ്പോൾ അയഞ്ഞേ പറ്റൂ. കാരണം ഇപ്പോൾ ചൈനയെ തടയിടണമെന്നുണ്ടെങ്കിൽ ഇന്ത്യയുടെ സഹായമാണ്. അതായത് ചൈനയെ ഒന്ന് തടയിടാൻ, തകർക്കാനോ മുട്ടുകുത്തിക്കാനോ ട്രംപിന് ഈ ജന്മം പറ്റില്ല. തടയിടണമെങ്കിൽ പോലും ഇന്ത്യയുടെ ഒരു സപ്പോർട്ട് ആവശ്യമാണ്. ഇനി ഈ സപ്പോർട്ട് കിട്ടി ഈ തടയിടാനുള്ള നീക്കം നടത്തിയിട്ട് തിരിഞ്ഞ് വീഴുമോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. ഏതായാലും മോദി ട്രംപ് പഠിച്ച സ്കൂളിലല്ല പഠിച്ചത് എന്നുള്ളത് കൊണ്ട് ആ ഒരു ഉടായ്പം കൊണ്ട് അവിടെ നടക്കില്ല എന്ന് നമുക്ക് ഊഹിക്കാനുള്ളതേ ഉള്ളൂ. ഇപ്പൊ അദ്ദേഹത്തിന് മുഖം രക്ഷിക്കണം, ചൈനയെ പിടിച്ചു കിട്ടണം, ഈ മേഖലയിൽ അവർക്കൊരു സ്വാധീനം വർദ്ധിപ്പിക്കണം. ഇത്രയും നാൾ അദ്ദേഹം വിചാരിച്ചിരുന്നത് ഈ ബംഗ്ലാദേശിനെയോ പാകിസ്ഥാനെയോ ഒക്കെ കണ്ടുകൊണ്ട് അവിടെ കുറെ സാമ്പത്തികം ഇറക്കിക്കൊണ്ട് പിടിച്ചു നിൽക്കാമെന്ന് കരുതി. പക്ഷെ ഇപ്പൊ അഫ്ഗാനിസ്ഥാൻ പോലും തിരിഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യം വന്നപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ടാകണം ഒരുപക്ഷെ ഇന്ത്യയെ കൂട്ടാതെ ഇനി മുമ്പോട്ട് പോകില്ല. അത് അമേരിക്കയുള്ള വിവരമുള്ളവരും അല്പബുദ്ധി ഉള്ളവൻ വരെ ട്രംപിനോട് ഉപദേശിച്ചാണ് നേരത്തെ തന്നെ, ഇന്ത്യയെ പിണക്കിക്കൊണ്ട് മുമ്പോട്ട് പോകരുത്, നിങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ കഴിയില്ല, ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത പ്രാന്തന്മാരായ പാകിസ്ഥാനെയൊക്കെ കൂട്ടുപിടിച്ചുകൊണ്ട് എങ്ങനെ ഒരു രാജ്യത്തിന് മുമ്പോട്ട് പോകാൻ പറ്റും? മസിൽ പവർ കൊണ്ട് കാര്യമില്ലല്ലോ. മസിൽ പവറിന് പോലും ഇപ്പൊ പറ്റുന്നില്ല, ആയുധം ഇറക്കാൻ പറ്റുന്നില്ല. സെലൻസ്കി കഴിഞ്ഞ ദിവസം ചെന്നിട്ട് മിസൈലുകൾ ആവശ്യപ്പെട്ടപ്പോൾ ട്രംപ് എന്താണ് പറഞ്ഞത്? സ്റ്റോക്ക് കുറവാണ്, ഞങ്ങൾക്ക് തരാൻ കഴിയില്ലെന്ന് പറഞ്ഞു. എന്താണ് സ്റ്റോക്ക് കുറവെന്ന് പറയാൻ കാരണം? റെയർ മെറ്റൽസ് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ ഈ സാധനങ്ങളൊന്നും ഇറക്കാൻ കഴിയില്ല. അതാണ് അവസ്ഥയിൽ നിൽക്കുന്നത്. അവര് ആകപ്പാടെ കറങ്ങി നിൽക്കുകയാണ്. ഇപ്പൊ മുഖം ട്രംപിന് രക്ഷിക്കണമെന്നുണ്ടെങ്കിൽ ഇന്ത്യയുമായിട്ടൊരു ട്രേഡിംഗ് കരാർ ഒപ്പിട്ടേ പറ്റൂ. അല്ലാതെ ഇപ്പോഴത്തെ അവസ്ഥ, കാരണം സ്വന്തം രാജ്യത്ത് തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധം, ഏതാണ്ട് 70-80 ലക്ഷം പേരാണ് കഴിഞ്ഞ ദിവസം നോ കിങ്സ് എന്ന് പറയുന്ന ഒരു വലിയ പ്രതിഷേധവുമായി തെരുവിലിറങ്ങുന്നത്. ഒപ്പം തന്നെ ഉപഭോക്താക്കൾ വലിയ രീതിയിൽ തന്നെ പണപ്പെരുപ്പത്തിലേക്ക് അമേരിക്ക നീങ്ങുന്നു എന്നാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്ന വാർത്ത. കാരണം ഈ താരിഫ് ഉയർന്നത് മൂലം ഈ കയറ്റി വിടുന്നവനല്ല ഈ താരിഫിന്റെ ഇത് വഹിക്കുന്നത്, പൈസ വഹിക്കുന്നത്. പകരം അവിടുത്തെ വിതരണക്കാരനും ആ വിതരണക്കാരൻ ആ പൈസ ഡിവൈഡ് ചെയ്തിട്ട് അത് ഉപഭോക്താക്കളുടെ തലയിലൂടെ കൊടുക്കുകയാണ്. അപ്പൊ അങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യം, അവിടുത്തെ സർക്കാർ ജീവനക്കാർ വീട്ടിൽ കുത്തിയിരിക്കുന്ന ഒരു സാഹചര്യം. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ട്രംപിന് ഇനിയിപ്പോ യുദ്ധം നിർത്തി മറ്റേ നിർത്തി എന്നൊക്കെ പറഞ്ഞാൽ അവിടുത്തെ ജനം കേൾക്കില്ല, പിന്നെ ലോകത്താരും പണ്ടേ കേൾക്കില്ല. അപ്പോ ഈ ഒരു സാഹചര്യത്തിൽ എന്താണ് പിന്നെ ഒരു രക്ഷിക്കാനുള്ള ആകെ ഒരു സാധനം എന്ന് ഇപ്പം എന്താ പറയുക, ഒരു നല്ല ബിസിനസ് ഡീൽ പുള്ളി ഇതുവരെ ചെയ്തിട്ടില്ലെങ്കിലും ആകെ ഉള്ളത് പാകിസ്ഥാനായിട്ടൊരു കരാർ ഒപ്പിട്ടു. എന്ത് കരാറ്? അതെന്ന് പറഞ്ഞാൽ ഞാനും എന്റെ മോളും മരുമോനും എല്ലാം കൂടെ ചേർന്നിട്ടുള്ള ക്രിപ്റ്റോ കറൻസി. അല്ലാതെ എവിടെയാണ് ഇവര് ഇത് ചെയ്തെന്ന് പറയുന്നത്? തായ്വാനായിട്ട് ഫ്രീ ട്രേഡിംഗ് എന്ന് പറയുന്നു. ഇല്ല തന്നെ അത് അങ്ങനെ നടക്കുന്ന ഒരു രാജ്യം കൂടിയാണ്. ഇവിടെ എങ്ങുമില്ല. ഇനി ഇതിന്റെ ഇടയ്ക്ക് വളരെ കൗതുകരമായ ഒരു കാര്യം കൂടെ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ട്രംപ് നമ്മുടെ ദക്ഷിണ കൊറിയയിൽ എത്തുന്നുണ്ട് ഒരു ഉച്ചകോടിക്കായിട്ട്. നമ്മൾ അവിടെ വെച്ച് ഷീ ജിൻപിങ്ങിനെ കാണുമെന്നൊക്കെ പറയാം.
ഇന്നലെ നമ്മുടെ ഉത്തര കൊറിയയിലെ കിം ജോങ് ഉൻ ഒരു മിസൈൽ പരീക്ഷിച്ചിട്ടുണ്ട്. അപ്പോ ജപ്പാൻ പറയുന്ന ട്രംപ് വരുന്നതിന് തൊട്ട് മുമ്പ് പരീക്ഷിച്ചിട്ടുണ്ട്. ഇത് എത്ര കിലോമീറ്റർ ആണ്, എന്ത് സാധനമാണ് പൊട്ടിച്ചതെന്ന് അറിയത്തില്ല. ഞങ്ങളുടെ കടലിൽ ഇപ്പുറത്ത് വന്നിട്ടാണ് ഈ സാധനം വീണിരിക്കുന്നത്. ഒന്നല്ല 3 മിസൈലാണ് പുള്ളി പരീക്ഷിച്ചിരിക്കുന്നത്. അതായത് കിം ജോങ് ഉന്നിന്റെ ഒരു വലിയ ആവശ്യമുണ്ട് അമേരിക്ക അടുത്ത്, ഈ ഉപരോധം ഇളവ് വരുത്തണമെന്നാണ് അവരുടെ ആവശ്യം. കാരണം ഒരുപാട് നാളായി, എത്ര നാളൊക്കെ കട്ടും മുട്ടിച്ച് ഇല്ലെങ്കിൽ കള്ളപ്പണിയൊക്കെ ചെയ്ത് ജീവിക്കുക, അവർക്കും വേണ്ടേ. കാരണം നമ്മുടെ ഇന്ത്യയുമായിട്ടൊക്കെ വലിയ രീതിയിൽ ട്രേഡിംഗ് ഉണ്ടായ രാജ്യമാണ് ഉത്തര കൊറിയ. നമ്മളൊക്കെ പിന്നെ ഈ ഉപരോധത്തിന്റെ പേരിലാണ് ഇറാനെ പോലെ തന്നെ നമ്മളത് കുറച്ചിരിക്കുന്നത്. അപ്പൊ അത് മാറ്റിത്തരണമെന്നുള്ളതാണ് ഉത്തര കൊറിയയുടെ ആവശ്യം. അപ്പം ട്രംപ് വരുന്നതിന് ആദ്യത്തെ പടക്കം ഇന്നലെ ഉത്തര കൊറിയയിലെ കിം ജോങ് ഉൻ പൊട്ടിച്ചിട്ടുണ്ട് 3 വലിയ മിസൈല്. അത് ആണവ മിസൈൽ ആണെന്ന് പറഞ്ഞിട്ട് ചില വാർത്തകൾ വരുന്നു, അല്ലെന്ന് പറയുന്നു. ഏതായാലും പുള്ളി ഒരു സിഗ്നൽ കൊടുത്തിട്ടുണ്ട്, ഞാനിവിടെ ഉണ്ട്. കാരണം ദക്ഷിണ കൊറിയ എന്ന് പറയുന്നത് ഉത്തര കൊറിയയുടെ ശത്രുരാജ്യമാണല്ലോ. അപ്പൊ ഞാനിവിടൊക്കെ തന്നെ ഉണ്ട് എന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാകാം, ഇല്ലെങ്കിൽ ഇനി അടുത്ത ഒരു ഇതിന് വേണ്ടിയിട്ടാകാം. ഏതായാലും പുടിനുമായിട്ടുള്ള ചർച്ച ട്രംപ് വേണ്ടെന്ന് വെച്ചു. ട്രംപ് പറഞ്ഞത് വെറുതെ എന്തിനാണ് പോയി സംസാരിച്ച് മുഷിയുന്നത്, അതുകൊണ്ട് ഞങ്ങളിപ്പോൾ ചർച്ചയില്ല, എന്താന്ന് വെച്ചാൽ അവരായി അവരുടെ പാടായി അടിച്ചു തീരട്ടെ എന്നാണ്. ഇപ്പൊ ഇന്ത്യ ഈ എണ്ണ കുറയ്ക്കുന്നത് നോക്കിയിട്ട് കാര്യമില്ല. ഇന്ത്യ എണ്ണ കുറയ്ക്കുന്നത് അമേരിക്കൻ സമ്മർദ്ദത്തിനും കൂടെ വഴങ്ങിയിട്ടാണ് ഒപ്പക് രാഷ്ട്രങ്ങൾ, മിഡിൽ ഈസ്റ്റിലെ ഗൾഫ് രാഷ്ട്രങ്ങൾ ഇപ്പോൾ ക്രൂഡ് ഓയിലിന്റെ ഉത്പാദനം കൂട്ടുകയും എണ്ണ വില കുറയ്ക്കാൻ. കാരണം എന്താണെന്നറിയാവോ, ഇന്ത്യ കണക്കുള്ള രാജ്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ്, നിങ്ങൾ എണ്ണ വില കുറച്ചതാ ഞങ്ങൾ നിങ്ങളുടെ അടുത്ത് നിന്ന് വാങ്ങാം. അപ്പൊ എണ്ണ കുറച്ചൊരു സ്ഥലം കിട്ടണ്ടേ. അപ്പൊ ഇങ്ങനെ രാജ്യങ്ങളെ കൊണ്ട് ഇങ്ങനെ ചെയ്യിച്ചതിന്റെ പിന്നിലും ട്രംപ് ആണ് എന്ന് തന്നെ നമുക്ക് കരുതേണ്ടി വരും, അമേരിക്ക ആണെന്ന് കരുതേണ്ടി വരും. കാരണം ഇനിയിപ്പോ ട്രംപിന് പറയാൻ പറ്റുന്നത് ഇവിടെ വിലക്കുറവാണല്ലോ, നിങ്ങൾ അവിടുന്ന് മേടിക്കുന്നതിനേക്കാൾ ഇവിടുന്ന് കൂടെ വാങ്ങിച്ചോട്ടെ. കാരണം ഇപ്പം മിഡിൽ ഈസ്റ്റിൽ നിന്ന് നമ്മുടെ ചില ഓയിൽ കമ്പനീസ് ഒക്കെ കൂടുതൽ എണ്ണ വാങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്, വില കുറവായതുകൊണ്ട്. അപ്പൊ റഷ്യ വീണ്ടും കുറയ്ക്കുകയാണെങ്കിൽ നമ്മൾ അങ്ങോട്ട് തന്നെ പോകും. അല്ലാതെ റഷ്യയുടെ നമ്മൾ എണ്ണ വാങ്ങൽ കുറച്ചിട്ടൊന്നുമില്ല. നമ്മൾ ഈ ഓരോ മാസവും ഈ വിലയുടെ ചെറിയ, അതായത് 1 രൂപ 2 രൂപയുടെ വ്യത്യാസമൊക്കെ വരികയാണെങ്കിൽ തന്നെ നമ്മളതിൽ 10,000 15,000 ബാരലിനകത്ത് വ്യത്യാസം വരുന്നതേ ഉള്ളൂ. 1,70,000 എന്നുള്ളത് 1,60 എന്ന് മാത്രമേ ഉള്ളൂ. ഇന്ത്യ പറഞ്ഞിട്ടുണ്ട് റഷ്യയുടെ ഒരിക്കലും എണ്ണ വാങ്ങൽ പൂർണ്ണമായി നിർത്തില്ല. വലിയ രസമെന്ന് വെച്ചാൽ നമ്മൾ ഒരിക്കലും എണ്ണ വാങ്ങാത്തൊരു രാജ്യമാണ് റഷ്യ. വെറും 4% കണ്ട് വാങ്ങിക്കൊണ്ടിരുന്നത്. ഇപ്പൊ വിലക്കുറവായതുകൊണ്ടാണ് നമ്മൾ വാങ്ങുന്നത്. അല്ല ട്രംപിനെ പേടിച്ച് നിക്കറ മുള്ളി എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരുത്തർ പറയുന്നുണ്ട്, അതിലൊന്നും യാതൊരു കഥയും. ഇതാണ് റിയാലിറ്റി. ഇതാണ് നമ്മൾ അതിന്റെ ഒരു റിയാലിറ്റി പറഞ്ഞു കൊടുക്കുക ആളുകൾക്ക്. അല്ലാതെ നമുക്കതൊരു ആരെങ്കിലും സുഖിപ്പിക്കുകയോ അല്ലെ കൈയടി നേടുകയോ എന്നുള്ളതല്ല, റിയാലിറ്റിയാണ്. ഇതാണ് അതിന്റെ ഒരു റിയാലിറ്റി എന്ന് പറയുന്നത്.